ഹായ് എവ്രി വൺ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടേക്കാവും എന്നാവും നിങ്ങൾ ചിന്തിക്കുക. നമ്മളൊരു ഡൽഹി ആഗ്ര ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹിക്കോ ആഗ്രയ്ക്കോ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. ATS യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. പപ്പായ മമ്മി എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു യൂബർ എടുത്തിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ. ഞങ്ങളൊരു 4 മണിയായപ്പോഴത്തേക്കും എത്തി. 4:45 ട്രെയിൻ. കേരള എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ആഗ്ര വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, താജ്മഹലും ആഗ്ര ഫോർട്ടും മാത്രമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ട്രെയിൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇതിന് പോയിട്ട് അവിടെയൊക്കെ കണ്ട് ഡേ ടൈമിൽ എത്തൂല, അവിടെയെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് അന്ന് ഈവനിങ് ഈ ട്രെയിനിന് തന്നെ തിരിച്ചു വരാനായിട്ട് പറ്റും. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ ട്രെയിൻ എത്തി. നോക്കിയിരുന്നു എന്ന് വെറുതെ പറഞ്ഞാട്ടോ. കറക്റ്റ് ടൈമായിരുന്നു. കറക്റ്റ് 4:45 ആയപ്പോഴത്തേക്കും ട്രെയിൻ എത്തി. സെക്കൻഡ് AC ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് നൈറ്റ്, നാളെ മോർണിംഗ് നൈറ്റ്, മറ്റന്നാൾ മോർണിംഗ് വരെ നമ്മൾ ഇനി ട്രെയിനിലാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സീറ്റിൽ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം റോസുവിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം ഇത്രയും സമയം ട്രെയിനിലാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. അവളാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് 1 മിനിറ്റ് ഇരിക്കുകയല്ലാത്ത രീതിയിൽ ഓടി നടക്കുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെ അവളെ ഇങ്ങനെ ഇരുത്തൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവളെ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് ആ ബുക്കാണ്. ആ മാർക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത് ആ ബുക്കിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആനിമൽസിൻ്റെ ഫോട്ടോ തിരിഞ്ഞ് വരും. അപ്പോൾ അത് കാണുമ്പോൾ അവൾ ഹാപ്പി ആകും. ദെൻ അത് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ അത് പഴയ രീതിയിലെത്തും. അപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ അവളെ ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്തിരിപ്പിക്കാനായിട്ട് ആ ബുക്ക് മതിയായിരുന്നു. പിന്നെ ഒരു വൈകിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയ തണുപ്പ് വരാൻ തുടങ്ങി. അപ്പം കുഞ്ഞിനെ നമ്മളൊരു ജാക്കറ്റൊക്കെ ഇടിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ വിൻഡോയുടെ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. കാരണം എന്തോ പൊടിയോ പൊട്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതാണ് വീരേന്ദ്ര സിംഗ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ. ആദ്യം സംസാരിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കമ്പനിയായി. ആളും റോസും കൂടി ഭയങ്കര കൂട്ടായിരുന്നു. 2 പേരും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. ആൾ NCCയുടെ 17th ബറ്റാലിയൻ പാലാ റീജിയണിൻ്റെ കീഴിലാണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പഞ്ചാബിലാണ് വീട്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അടുത്തയാൾ. ശ്രീഹരി എന്നാണ് പേര്. എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ആളും ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുവാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഭഗീരഥി ചേച്ചി. ശ്രീഹരി വഴി നമുക്ക് കിട്ടിയ ഫ്രണ്ടാണ് ഭഗീരഥി ചേച്ചി. പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ പൊക്കോണ്ടിരുന്ന സെക്കൻഡ് ഡേയുടെ വിഷ്വൽസാണ്. നമ്മൾ പൊക്കോണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു റെയിൽവേ സ്റ്റേഷനിലെത്തിയ വാരണാസിക്ക് മുമ്പൊക്കെ ഉള്ളൊരു അടുത്ത സ്ഥലത്തെത്തിയപ്പോഴേക്കും ട്രെയിൻ പെട്ടെന്ന് നിന്നു. എന്താ സംഭവിച്ചതെന്നറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ആൾക്കാരെല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. റെയിൽവേ ഗാർഡ്സ് വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്, മെക്കാനിക്സ് എല്ലാവരും വരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഫ്രണ്ട് കണ്ടിരുന്ന ഏതോ ഒരു പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് യാത്രക്കാരിലാരോ ചെയിൻ വലിച്ചതായിരുന്നു. അങ്ങനെയാണ് നിർത്തിയിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ അത് ചെയ്തെല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. അതുവരെ കറക്റ്റ് ഓൺ ടൈമായിട്ട് വന്നുകൊണ്ടിരുന്ന ട്രെയിനായിരുന്നു. പിന്നെ അത് പല സ്ഥലത്തും പിടിച്ചിടാൻ തുടങ്ങി. ഒത്തിരി സ്ഥലത്ത് പിടിച്ചിടാൻ തുടങ്ങി കുറേ സമയം ലേറ്റായിട്ടാണ് ഞങ്ങൾ ആഗ്രാകാന്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇതിപ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലമാട്ടോ. ഇപ്പം നമ്മൾ ഇറങ്ങും. അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ബൈ പറയുകയാണ്. ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒന്നും നമ്മൾ റെയിൽവേയിൽ നിന്ന്, അതായത് ട്രെയിനിൽ നിന്നുള്ള ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ആക്ച്വലി ചെറിയ പേടിയായിരുന്നു, അല്ല ഫുഡ് പോയ്സണോ മറ്റോ അടിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഫുഡ് അന്ന് ദിവസത്തെ നൈറ്റിലേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള നെക്സ്റ്റ് 2 ഡേയ്സിലേക്ക് കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. വേറെ ഒരു ഫുഡും നമ്മൾ അഡീഷണലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിയുടെ ശല്യമൊക്കെ ഉണ്ടെന്ന്. ബട്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നും നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ വാഷ്റൂംസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലൊക്കെ തന്നെ റെയിൽവേയുടെ ഒരു രീതിയിൽ തന്നെയായിരുന്നു വാഷ്റൂംസും കാര്യങ്ങളും എല്ലാം.
ഈ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടിട്ട് ആ ഡിലേ ആയത് ഒഴിവാക്കിയ നല്ലൊരു ട്രെയിൻ ജേർണി ആയിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരൊക്കെ ഉള്ളത് കൊണ്ടും സംസാരിച്ചിരുന്ന് കൂടുതൽ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരും. നല്ലൊരു ട്രെയിൻ ജേർണി ആയിരുന്നു. നമുക്ക് മടുപ്പ് തോന്നിയില്ല. ഇത്രയും ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ മടുപ്പൊന്നും തോന്നിയില്ല. ഇത് റോസൂന് ഭഗീരഥി ചേച്ചി കൊടുത്തൊരു ബനാനയാണ്. അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആഗ്രാകാന്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. വളരെ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നീറ്റാണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നീറ്റാണ്. പിന്നെ അത്യാവശ്യം തിരക്ക് ഉള്ള ടൈമായിരുന്നു, തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ താജ്മഹലും ആഗ്ര ഫോർട്ടും കാണുക. ദെൻ നമ്മൾ ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ റെയിൽവേ ലോഞ്ച് എടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, ലോഞ്ച് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മളിതേ 2 കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ റോസുവിന് അത് കണ്ടപ്പോൾ ഒരു രസം. അപ്പോൾ അവളെ അവിടെ നിർത്തി അതൊക്കെ കാണിച്ചു. പിന്നെ ഇവിടെ നമ്മൾ ലോഞ്ചിലേക്ക് എത്തി. ലോഞ്ചിൽ IRCTCയുടെ കാർഡുള്ളവർക്ക് ഫ്രീ ആണ് കേട്ടോ. അവർക്ക് ഇത് കൺസെഷൻസ് ഉണ്ട്, അവർക്ക് ഫ്രീ ആയിട്ട് കയറാനായിട്ട് പറ്റും. അല്ലാത്തവർക്ക് പെർ ഹെഡ് ഷവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 300 വെച്ചിട്ട് കൊടുക്കണം, പെർ ഹെഡിന് 300 കൊടുക്കണം. ഞങ്ങൾ ലോഞ്ചിലേക്ക് കയറി. ലോഞ്ച് അത്യാവശ്യം നീറ്റാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡും കഴിച്ചത്. അപ്പോൾ ഈ 2-3 ദിവസത്തെ ട്രെയിൻ ജേർണി കൊണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആകണം. ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഇന്ന് 2 പ്ലേസസാണ് നമ്മൾ കരുതിയിട്ടുള്ളത്, ആഗ്ര ഫോർട്ടും താജ്മഹലും. അപ്പോൾ 2ഇടത്തേക്കും പോകാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം ഒന്ന് വെച്ചു, ജസ്റ്റ് ഒരു കോഫി കുടിച്ചു. ഇതാണ് അതിൻ്റെ ഫുഡ് ഏരിയ. ആക്ച്വലി ഇവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരവിടെ നിന്ന് ഉണ്ടാക്കി തരും. അങ്ങനെയാണ്. ഇവിടെ റോസ് ടിഷ്യൂ പേപ്പറിന് ബഹളം വെക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് ടിഷ്യൂ പേപ്പർ കാണുമ്പോൾ അതെടുക്കാനായിട്ട് തോന്നും. ഞാൻ അവൾക്ക് പാലെടുക്കുകയാണ്. വന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് പാലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എന്നിട്ട് വേണം ഫ്രഷ് ആവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി. ഇവിടുത്തെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഓക്കെയാണ്, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ബട്ട് ബാത്റൂം അത്ര നമുക്ക് വെൽ സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ലേഡീസിൻ്റെ അവിടെയാണെങ്കിലും ടോയ്ലറ്റിലൊന്നും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷവർ റൂമൊക്കെ ഉപയോഗിക്കാതെ കിടന്ന് നശിച്ചു പോയൊരവസ്ഥയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അത്ര നീറ്റല്ലായിരുന്നു. നമ്മൾ ഫ്രഷായിട്ട് അവിടെ നമ്മൾ 2-3 മലയാളികളെയും കൂടി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ താജ്മഹൽ കാണാൻ വന്ന ആൾക്കാർ. ദെൻ നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം കുറേ പറ്റിക്കപ്പെടുമെന്നൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസിനകത്ത് കണ്ടിരുന്നു. ഇവിടെ ടാക്സി നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് ടാക്സി ഡ്രൈവർ. നമ്മൾ താജ്മഹലിലേക്കും അതുപോലെ ആഗ്ര ഫോർട്ടിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ ഐ ലവ് ആഗ്ര എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു സ്പേസ് കണ്ടത്. അതിൻ്റെ തൊട്ടടുത്ത് മോദിജിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് നിന്നത്. പക്ഷേ ആഗ്രയുടെ പകുതി നമുക്ക് കിട്ടില്ല. അതിൻ്റെ പുറകിൽ ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അവിടെ നിന്ന് നോക്കി. നല്ല വെയിൽ തെളിയുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ വെയിൽ തെളിയുന്നുണ്ടെങ്കിലും നമുക്കത് ചൂടായിട്ട് തോന്നില്ല, ഭയങ്കര ചൂടെടുക്കുന്നതായിട്ട് തോന്നില്ല. ചെറിയൊരു തണുപ്പുമുണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ അങ്ങനെ ആവി എടുക്കുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മുടെ ടാക്സി ഓൾമോസ്റ്റ് എടുക്കാനായിട്ട് വന്നു. നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് താജ്മഹലിലേക്ക് പോകണം. പപ്പായും മമ്മിയും അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്ത് ടാക്സിക്കുള്ളിലേക്ക് വെച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് പ്ലാൻ. ടാക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്ര ബെറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. അകം നിറച്ചും AC ഒക്കെ ഇടുമ്പം ഭയങ്കര പൊടിയും ഒക്കെ ആയിരുന്നു. ഇവിടെ ഒത്തിരി പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നിങ്ങനെ പല വീഡിയോസിലും കണ്ടിരുന്നു. ഒത്തിരി ഫ്രോഡ് തരം ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് വാങ്ങും എന്നൊക്കെയുള്ള രീതിയിൽ കണ്ടിരുന്നു. അപ്പോൾ മാക്സിമം പറഞ്ഞ് എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ടാക്സി എടുത്തത്. ജസ്റ്റ് ഒരു വലിയ ട്രോളി ബാഗും പിന്നെ 2-3 ബാഗും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത്
ആഗ്ര ഫോർട്ടിലേക്കാണ്. നമ്മൾ അപ്പോൾ ടിക്കറ്റ് ആഗ്ര ഫോർട്ടും താജ്മഹലുമാണ് ഇന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 പ്ലേസസ് മാത്രമേ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റുകൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ മോണുമെൻറ്റ്സിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് ആ ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെക്കിങ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോവുക ആഗ്ര ഫോർട്ടിലേക്കാണ്. അപ്പോൾ ആഗ്ര ഫോർട്ട് അല്ലെങ്കിൽ താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള വീഡിയോസ്, ആ ഒരു വ്യൂ മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇമേജ് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് താജ്മഹലും ആഗ്ര ഫോർട്ടും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറേ റിക്ഷാസ് കാണാനായിട്ട് പറ്റും പോകുന്ന വഴികളിലെല്ലാം. ഇതാണ് ആഗ്ര ഫോർട്ട്. നമ്മൾ അവിടെ എത്തി ഭയങ്കര തിരക്കായിരുന്നു. ഇത്രയും ആൾക്കാർ ഈ ഉച്ച കഴിഞ്ഞിട്ടും ഇത്രയും പേരുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അതുപോലെ തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമോ എന്നറിയില്ല. ആ ഒരു ടൈമായിട്ട് കൂടി ഒത്തിരി ആൾക്കാർ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നു. എന്തേലും ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ആൾക്കാർ ഉള്ളിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് കയറുന്നുണ്ട്. ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ദെൻ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നത്. നമ്മൾ പോകുന്ന വഴി ഒത്തിരി ഗൈഡ്സും അതുപോലെ ഫോട്ടോ എടുക്കണോ അങ്ങനെ ചോദിച്ച് ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഗൈഡിനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗൈഡ് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കുറേ പേര് നമ്മളിലേക്ക് വരും, വേണോ എന്ന് ചോദിച്ചിട്ട്. കുറേ പേരൊക്കെ ശരിക്കും എമൗണ്ട് കൂടുതലും കാര്യങ്ങളും ഒക്കെ പറയും, തട്ടിപ്പായിരിക്കും. നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴേ നമ്മുടെ ചുറ്റും ഒത്തിരി പേര് വന്ന് ചോദിക്കും ഗൈഡിന് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ. ആക്ച്വലി നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തില്ല. നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ കോട്ടയുടെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അവിടെയാണ് ശരിക്കും ചെക്കിംഗ് ഒക്കെ ഉള്ളത്. ഇത് ശരിക്കും ഭയങ്കര രസമുള്ളൊരു കോട്ടയാണ്. അത്രയും ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളൊരു സ്ഥലം. നമ്മൾ പഠിച്ചതിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടതിലും കേട്ട് പഠിച്ചതിനേക്കാളും ഒക്കെ ഉപരി ഭയങ്കര മനോഹരമായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു കോട്ട അവർ പണിതെടുത്തത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നെന്ന് വേണം പറയാനായിട്ട്. അതായത് മുഗൾ ഭരണത്തിന് കീഴിൽ ആ ഒരു ടൈമിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ആഗ്ര കോട്ട എന്ന് പറയുന്നത്. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചിരുന്നത്. അപ്പം അന്നത്തെ ആ മുഗൾ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഫോർട്ട് അവരുണ്ടാക്കിയെടുക്കുക എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. അത്രയും വലിയ രീതിയിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ ഇന്നുള്ള ബിൽഡിങ്ങിനെക്കാട്ടിലും ഭയങ്കര മനോഹരമാണ്, വിഷ്വലി കാണാൻ നല്ലതാണ്. ആ ഒരു രീതിയിലും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൂടുതൽ എനിക്ക് പറയാനറിയില്ല, പക്ഷെ വളരെ രസമായിരുന്നു. ഇത് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓൺലൈൻ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഈ ഒരു ലൈനിലാണ് നിൽക്കുന്നത്. വളരെ വലിയ ക്യൂ ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തേലും ആൾക്കാരാണ് അവിടെ എത്തുന്നതെന്നുള്ളത്. ശരിക്കും ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് അക്ബറാണ് ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത്. ആഗ്രയിലെ ചെങ്കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഒരു ഫോർട്ടാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ താജ്മഹലുമായിട്ട് നോക്കുമ്പോൾ താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ചുടുകട്ട കൊണ്ടായിരുന്നു ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിരുന്നത്. അന്ന് സിക്കർവാർ എന്നൊരു ഗോത്രത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ കോട്ട ഉണ്ടായിരുന്നത്. അതിനുശേഷം ഗസ്നീവികൾ ഇത് പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ കാണുന്ന ആദ്യ പരാമർശം. അതിനുശേഷം ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്ന് ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം നടന്നതും ഈ കോട്ടയിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ സിക്കന്ദർ ലോധിയുടെ ടൈമിൽ ആഗ്രയ്ക്ക് 2ാം തലസ്ഥാനം എന്നുള്ളൊരു പദവി ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അതിനുശേഷം 1ാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നത് വരെ ഇബ്രാഹിം ലോധി, സിക്കന്ദറിൻ്റെ പുത്രനായ ഇബ്രാഹിം ലോധി കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തിയിരുന്നു. ഈ ഒരു ടൈമിൽ ഇബ്രാഹിം ലോധിയുടെ ടൈമിൽ നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളും ഒക്കെ ഇദ്ദേഹം ഈ കോട്ടയ്ക്കകത്ത് പണി കഴിപ്പിച്ചിരുന്നു. പാനിപ്പത്ത് യുദ്ധത്തിലെ വിജയത്തിന് ശേഷമാണ് മുഗളർ ഈ കോട്ട പിടിച്ചടക്കുന്നത്. ഈ കോട്ടയും അതിനോടൊപ്പം ഉണ്ടായിരുന്ന വൻ സമ്പത്തും
കൊഹിനൂർ രത്നവും ഇതെല്ലാം ഈ ഒരു ടൈമിലാണ് മുഗളർ പിടിച്ചെടുക്കുന്നത്. ദെൻ ബാബർ ചക്രവർത്തി അദ്ദേഹം ഈ കോട്ടയിലായിരുന്നു വസിച്ചിട്ടുണ്ടായിരുന്നത്. ബാബറുടെ മരണശേഷം 1530 ഹുമയൂൺ ചക്രവർത്തിയായതും ഈ കോട്ടയിൽ വെച്ചിട്ടാണ്. ദെൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തി പഷ്തൂൺ നേതാവായിട്ടുള്ള ഷേർഷാ സൂരി തുടർന്ന് 5 വർഷക്കാലം കോട്ട നിയന്ത്രിച്ചു. അതിനുശേഷം ഹുമയൂൺ വീണ്ടും ഷേർഷാ സൂരിനെ പരാജയപ്പെടുത്തി കോട്ട വീണ്ടും തിരിച്ചെടുത്തു. അതിനുശേഷം അക്ബറാണ് ആഗ്രയെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കുകയും ഈ കോട്ടയിൽ വസിക്കാൻ ആരംഭിക്കുകയും ചെയ്തത്. അന്ന് ഇത് ഇഷ്ടികയാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന കോട്ടയായിരുന്നു. ബാദൽഗഡ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം 1565 അക്ബർ ഇവിടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാജസ്ഥാനിലെ ബറൗലിയിൽ നിന്നും എത്തിച്ച ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ച് അക്ബർ ഇത് പുതുക്കി പണിഞ്ഞു. കോട്ടമതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറം ഭാഗം മണൽക്കല്ല് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 കൽവെട്ടുകാരും 2000 ചുണ്ണാമ്പ് കൂട്ടുകാരും 8000-ഓളം മറ്റു തൊഴിലാളികളും ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി എന്നാണ് ചരിത്രം പറയുന്നത്. 8 വർഷമെടുത്ത് 1573 ഈ കോട്ട പൂർത്തിയായത്. അതിനുശേഷം ഷാജഹാൻ്റെ ഭരണത്തിൽ വന്നപ്പോഴാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കോട്ടയ്ക്ക് ഉള്ള രൂപം വരുന്നത്. അതായത് ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വെണ്ണക്കല്ലുകൾ കൊണ്ടുള്ളതായിരുന്നു. കെട്ടിടങ്ങളിൽ സ്വർണത്തിൻ്റെയും ഇടത്തരം വിലപിടിപ്പുള്ള കല്ലുകളുടെയും ഉപയോഗം ഷാജഹാൻ്റെ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തിയിട്ടാണ് ഷാജഹാൻ ഇന്നത്തെ രീതിയിൽ തൻ്റെ കെട്ടിടങ്ങൾ പണിഞ്ഞത്. അതായത് ഷാജഹാൻ്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഔറംഗസേബ് അദ്ദേഹത്തെ തടവിലാക്കിയതും ഈ കോട്ടയിൽ തന്നെയായിരുന്നു. ദെൻ അതിനുശേഷം ഈ കോട്ട മുഗളർക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് അറുതി വരുത്തിയ ശിപായി ലഹള സമയത്ത് ഈ കോട്ടയൊരു യുദ്ധവേദിയായിരുന്നു. ഇപ്പം ഇന്നത്തെ ഇതെടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ കോട്ടയുടെ കുറേ ഭാഗം ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദെൻ മുഗൾ കാല കെട്ടിടങ്ങൾ അടങ്ങുന്ന തെക്ക് കിഴക്കേ മൂല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ്. ആ ഭാഗമാണ് നിലവിലെ സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ കോട്ടയുടെ ഉള്ളിൽക്കൂടെ നമുക്ക് കുറേ ഭാഗങ്ങൾ നടക്കാനുണ്ട്, ഇഷ്ടം പോലെ നടക്കാനുണ്ട്. ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള ഭാഗമുണ്ട്. നല്ലൊരു ഗാർഡൻ ഉണ്ട്. ദെൻ ഓരോരോ കെട്ടിടങ്ങളായിട്ടാണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക, ഉള്ളിലേക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ കോട്ടയുടെ ഭാഗങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 94 ഏക്കർ വിസ്തൃതിയുള്ള ആഗ്ര കോട്ട ഒരു അർദ്ധവൃത്താകൃതിയിലാണ് കാണുക. അതായത് യമുന നദിക്ക് സമാന്തരമായിട്ടാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇരട്ട ഭിത്തിയുള്ള കോട്ടയുടെ മതിലുകൾക്ക് ഏകദേശം 70 അടി ഉയരമുണ്ട്. ഭിത്തിയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വൃത്താകാരത്തിലുള്ള കൂറ്റൻ കൊത്തളങ്ങളുണ്ട്. സുരക്ഷയ്ക്കായി ഈ ഭിത്തികൾക്ക് പുറത്ത് കിടങ്ങും സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വരുമ്പം കാണാം കിടങ്ങ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി കോട്ടയുടെ 4 വശത്തുമായിട്ട് മൊത്തം 4 കവാടങ്ങളുണ്ട്. ഇതിൽ കിഴക്ക് വശത്തുള്ള ഹിസ്രി ഗേറ്റ് യമുന നദിയിലേക്കാണ് തുറക്കുന്നത്. പടിഞ്ഞാറ് വശത്ത് നഗരത്തിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഡൽഹി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന കവാടം. ചരിത്ര പ്രാധാന്യമേറിയ കവാടം അക്ബർ കാലത്തെ ഒരു മഹാത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ചക്രവർത്തിയുടെ പ്രധാന ഔപചാരിക കവാടമായിരുന്ന ഡൽഹി ഗേറ്റ് പണിതീർത്തത് 1568 കാലഘട്ടങ്ങളിലാണ്. കവാടത്തിലൂടെ കോട്ടയ്ക്ക് പുറത്തുനിന്ന് കിടങ്ങ് കടക്കുന്നതിന് മരം കൊണ്ടുള്ള മടക്കി വെക്കാവുന്ന പാലം ഉപയോഗിച്ചിരുന്നു. കവാടത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഹാത്തിപോൾ, അതായത് ആന കവാടം എന്നാണ് അറിയപ്പെടുന്നത്. പൂർണ്ണ വലിപ്പത്തിലുള്ള 2 ആനകളുടെ പ്രതിമയും നമുക്കവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ കയറി വരുന്ന ഭാഗമാണ് ഡൽഹി ഗേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. മടക്കി വെക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു വുഡൻ ബ്രിഡ്ജും അവിടെ ഉണ്ടായിരുന്നു. 1631-40 കാലഘട്ടത്തിൽ ഷാജഹാനാണ് ഖാസ്മഹൽ അഥവാ ആരംഗാഗ് ഇ മുഖത്തർ എന്ന വെണ്ണക്കൽ മന്ദിരം പണി കഴിപ്പിച്ചത്. മുൻപ് ഇവിടെ അക്ബർ പണി കഴിപ്പിച്ച ചുവന്ന മണൽക്കല്ല് കൊണ്ടുള്ള കൊട്ടാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഖാസ്മഹലിൻ്റെ കിഴക്ക് വശത്ത് യമുന നദിയും പടിഞ്ഞാറ് അങ്കോരി ഭാഗമാണ്. ഇപ്പം നമ്മൾ കണ്ടേ ആ തോട്ടം. ദെൻ ഷാജഹാൻ്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളായിരുന്ന ജഹനാരയ്ക്കും റോഷനാരയ്ക്കും വേണ്ടിയിട്ടായിരുന്നു ഈ മാളിക പണി കഴിപ്പിച്ചിരുന്നത്. വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ചതും ജലധാരയോട് കൂടിയതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളവും നമുക്ക് ഈ മാളികയുടെ മുൻപിൽ കാണാനായിട്ട് പറ്റും. വെണ്ണക്കൽ മാർബിൾ കൊണ്ട് തന്നെയാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഒത്തിരി ആർട്ട് വർക്ക്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ കാണും, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും വളരെ മനോഹരമായിട്ട് കാണാം. പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താജ്മഹലിൻ്റെ ഒരു വ്യൂ കിട്ടും.
നമുക്ക് ഇവിടെ നിന്ന് താജ്മഹൽ നമുക്ക് കാണാനായിട്ട് പറ്റും. യമുന നദിയുടെ തീരത്തുള്ള താജ്മഹൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പേര് ചെയ്ത് നോക്കിയൊരു കാര്യം കണ്ടത്, ഓരോ വോളിൻ്റെയും ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. നമ്മൾ അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കേൾക്കാനായിട്ട് പറ്റും, എക്കോ ആയിട്ട് തിരിച്ച് കേൾക്കാനായിട്ട് പറ്റും. ഇവരെല്ലാം അതാണ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് പറയുന്നത് നമുക്ക് തിരിച്ച് കേൾക്കാനായിട്ട് പറ്റും. ഇതിനുള്ളിൽ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം കാലപ്പഴക്കം കൊണ്ട് പോയിട്ടുള്ളതാണ്. നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ ആസ് യൂഷ്വൽ ഇത് ചുറ്റും ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നിറച്ചും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. മറ്റേ കല്ല് വെച്ച് പോർച്ചും ആൾക്കാരുടെ പേരെഴുതിയും അതെല്ലാം ഇപ്പോഴും അതേ രീതിയിൽ ഇങ്ങനെ തുടരുന്നുണ്ട്. കാരണം ഇത്രയും ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും ഇങ്ങനെ പേരും എഴുതി വെച്ചിരിക്കുന്ന കുത്തി വരച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം തോന്നും. പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കാണുമ്പം അത് ഇങ്ങനെ നമ്മൾ ഇത്രയും സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കുത്തി വരച്ച് വെക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉള്ളിനുള്ളിൽ തോന്നും. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ജഹാംഗീർസ് ബാത്ത് ടബ് ഉള്ളിൽ നിന്ന് എക്സ്കവേഷൻ്റെ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. വളരെ വലിയൊരു ബാത്ത് ടബ്. ഇത് ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റും. കുരങ്ങന്മാരും അണ്ണന്മാരും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ആർക്കും ഒരു പേടിയൊന്നുമില്ല. എല്ലാവരും അതേ രീതിയിൽ, ആൾക്കാരെ അങ്ങനെ ഭയമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ കുരങ്ങന്മാർ മറ്റും അവിടെ കാണാം. എന്നാൽ നമ്മൾ അവിടുന്ന് ഒരു ഏകദേശം 1.5 മണിക്കൂർ ആഗ്ര ഫോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. നമ്മൾ പറഞ്ഞ പോലെ റിനോവേഷൻ കുറച്ച് നടക്കുന്നത് കൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ദെൻ അവിടെ നിന്ന് നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് താജ്മഹലിലേക്കാണ്. അതിനുശേഷം നമ്മളുടെ ടാക്സി എടുത്തിട്ട് ഈ ഒരു പ്ലേസിൽ വന്നു. ഈ ഒരു പ്ലേസിൽ വന്നതിന് ശേഷം നമ്മുടെ ടാക്സി ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ ഇവിടുന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ടാക്സി വണ്ടികൾ കടത്തി വിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി ആ ഡ്രൈവർ തന്നെ ഏർപ്പാടാക്കി തന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മൾ ആ ഇലക്ട്രിക് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ ആ ഇലക്ട്രിക് വണ്ടി എടുത്ത പിക്കപ്പ് പോയിന്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ പോയ വഴി എന്ന് വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ചെറിയ വഴി, ഭയങ്കര തിരക്ക്, 2 സൈഡിലും ഷോപ്പ് ഒക്കെ ആയിരുന്നു. കുറച്ച് ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന വഴിയിലൂടെ ഉള്ളിലേക്ക് നടന്നാണ് നമ്മൾ താജ്മഹലിലേക്ക് എത്തുന്നത്. പോകുന്ന വഴികളിലെല്ലാം ഇഷ്ടം പോലെ കുരങ്ങന്മാരും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ സുവനീർ ഷോപ്സ് ഉണ്ട്, ഫുഡ് ഷോപ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് പോകുന്ന വഴിയിൽ നിറച്ചുള്ളത്. പിന്നെ താജ്മഹൽ ചെക്കിങ് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ബാഗും കാര്യങ്ങളും എല്ലാം, ഫുഡ് ഉണ്ടോ, ഐറ്റംസ് ഉണ്ടോ, നമ്മൾ ക്യാമറ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്യാമറ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ക്യൂവിൽ നിൽക്കാണ്ട് ഓൺലൈൻ ക്യൂവിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റുമായിരുന്നു. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള മുംതാസിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് യമുന നദിക്കരയിൽ പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പൂർണ്ണമായിട്ടും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാകാൻ ഏകദേശം 22 വർഷത്തോളം എടുത്തു. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് വരുവാണ്, അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തുകയാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആഗ്ര ഫോർട്ടിലെ പോലെ തന്നെ ഇവിടെയും നല്ല തിരക്കായിരുന്നു. 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ യുനെസ്കോ താജ്മഹലിനെ ഉൾപ്പെടുത്തിയത്. ഏകദേശം 1632 തുടങ്ങി 1653 താജ്മഹലിൻ്റെ പണി തീർന്നതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 10,000 തൊഴിലാളികൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉസ്താദ് അഹമ്മദ് ലാഹോറി ആണ് ഈ താജ്മഹലിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക് എത്തുകയാണ്. ഈ എൻട്രൻസ് ഗേറ്റ് വളരെ മനോഹരമാണ് കാണാനായിട്ട്. റെഡ് സാൻഡ് സ്റ്റോൺ തന്നെയാണ് ഇവിടെ. ദൂരെ നിന്ന് നമ്മൾ നടന്നു വരുമ്പം തന്നെ താജ്മഹൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വളരെ മനോഹരമാണ് താജ്മഹലിൻ്റെ ആ ഒരു വ്യൂ എന്നുള്ളത്. നമ്മൾ ചിത്രത്തിൽ കണ്ടതോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതിലോ
ഒക്കെ അതിലും മനോഹരമായിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് ശരിക്കും നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അതറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്രയും മനോഹരമായിട്ട് ആ ഒരു ഇത് തോന്നും. ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല വെയിലുള്ള ടൈമാണ്, അതുകൊണ്ട് താജ്മഹൽ നമുക്ക് ശരിക്കും അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. നല്ല വെയിലുള്ള ടൈമായിരുന്നു, അതിൻ്റെ ഒരു കുഴപ്പമാണ്. ഭയങ്കര രസമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ടിലത്തെ ഗാർഡനും എല്ലാം കൂടി ചേർന്ന് കാണാനായിട്ട്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഭയങ്കര ജനമായിരുന്നു. എവിടെ നിന്നാലും ആൾക്കാരായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ താജ്മഹലിൻ്റെ ഒരു ഭാഗം വളരെയധികം ജീർണാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്നിട്ട് താജ്മഹലിൻ്റെ ചുവരുകളിൽ നിന്ന് വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും എല്ലാം കവർന്നെടുത്തു. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയാണ് താജ്മഹലിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവിനനുസരിച്ച് നടന്ന പുനരുദ്ധാരണത്തിൽ ഏകദേശം 1908 അവസാനിച്ചു. അതോടനുബന്ധിച്ച് അകത്തെ അറയിൽ വലിയൊരു ദീപസ്തംഭം സ്ഥാപിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഉദ്യാനം ബ്രിട്ടീഷ് രീതിയിൽ ഇന്ന് കാണുന്നത് പോലെ പുനർനവീകരിച്ചത്. അതിനുശേഷം 1942 രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയുടെ വ്യോമാക്രമണം ഭയന്ന് അന്നത്തെ ഗവൺമെൻറ് താജ്മഹലിന് മുകളിൽ അതിനെ മറയ്ക്കുന്നതിനായി ഒരു താൽക്കാലിക ചട്ടക്കൂട് നിർമ്മിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള താൽക്കാലിക ചട്ടക്കൂട് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലഘട്ടങ്ങളിൽ വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ ഇപ്പോഴത്തെ ഒരു മലിനീകരണം, മധുര എണ്ണ കമ്പനികളുടെ യമുന നദിയിലെ മലിനീകരണം മൂലമുള്ള ആസിഡ് മഴയൊക്കെ കൊണ്ട് വെള്ള മാർബിളുകളുടെ നിറം മങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് കേന്ദ്ര ടൂറിസം മന്ത്രാലയം മണ്ണുപയോഗിച്ചിട്ടുള്ള ഒരു തരം സംരക്ഷണ മാർഗ്ഗം അവലംബിക്കുന്നുണ്ട്. മുൾട്ടാണി മിട്ടി എന്ന പ്രത്യേകതരം മണ്ണുപയോഗിച്ചിട്ടാണ് ഈ നവീകരണം നടത്തുന്നത്. 1994, 2001, 2008 വർഷങ്ങളിൽ ഈ നവീകരണ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം വർഷം തോറും 2 മുതൽ 4 ദശലക്ഷം ആളുകൾ ഇത് സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. ഇതിൽ 2 ലക്ഷത്തിലധികം ആളുകൾ വിദേശ സഞ്ചാരികളാണ്. ഏകദേശം ഒക്ടോബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിലാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ താജ്മഹലിൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ല, വണ്ടികൾക്ക് പ്രവേശനമില്ല. ഒന്നെങ്കിൽ സൈക്കിൾ റിക്ഷയോ അല്ലെങ്കിൽ നടന്നെത്തുകയോ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിച്ചോ വേണം നമ്മൾ ഇവിടേക്ക് എത്താനായിട്ട്. താജ്മഹൽ എന്ന് പറയുന്ന താജ്മഹൽ മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള കുറച്ച് കെട്ടിട സമുച്ചയങ്ങളും കൂടി ചേർന്നതാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ഉള്ളിൽ ഷാജഹാൻ്റെ മുംതാസിൻ്റെ ഖബർ. അപ്പോൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ചെരുപ്പ് ഉപയോഗിച്ച് കയറാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരു കവർ കാലിലിട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അകത്ത് ക്യാമറ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് അകത്തെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങി. കുറേ അറബിക് ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ ഭയങ്കര ഹൈറ്റും. ശരിക്കും അതിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇത് ഇത്രയും വലുതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അതുപോലെ ഭയങ്കര തണുപ്പായിരുന്നു. അത്രയും ചൂടുള്ള സമയത്ത് നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് ആ മാർബിളിൽ ചവിട്ടുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ മൊത്തത്തിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. 7 മണിക്കായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് 7 മണിക്ക് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. ഇനിയുള്ള നമ്മുടെ രണ്ട് വീഡിയോസ്, ഇനി വരുന്ന വീഡിയോസ് ഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസാണ്. നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. Thank you.